जगह पे आ जाएगा. फिर देन सर्व टू थ्रू आउट इंडिया, देन अब्रॉड ऑल्सो, बाहर कंट्री में भेजा जाएगा. ठीक है. और ये एक वेसल है, ये ब्लैक कलर का, ब्लैक एंड वाइट कलर का जो देख रहे हैं, जो टक वेसल्स है, जो बड़ा बड़ा शिप जब सी माउथ में आ जाता है तो ये जाके फिर उसको कंट्रोल करके लेके आता है. तो ऐसी शिप को कम से कम जो 4-5 ടക്ക് चाहिए. അതേപോലെയുള്ള ഷിപ്പുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് 4-5 बच्चा का पकड़ो यार, कौन है? कुटी, आप इधर बैठ जाओ, और बच्चा पता नहीं चलेगा बाद में इसीलिए गिरेगा. एडमिनिस्ट्रेशन ब्लॉक आना, here you can see one of these buildings, this is the administration block, and the top of the location port control. ഇതിന് മുകളിലായിട്ട് കാണുന്ന ലൊക്കേഷൻ ഇതുപോലത്തെ പോർട്ട് കൺട്രോൾ ആണ്. അതേപോലെ ഇതിന് സൈഡിലായിട്ട് മറ്റൊരു ബിൽഡിംഗ് കാണാം. അത് കേരളത്തിലെ ആദ്യത്തെ ഒരു 5-star ഹോട്ടലാണ്. You can see another small building that is the Kerala's first 5-star hotel, Taj Malabar. हम लोग विलिंगटन आइलैंड खत्म हो गया अभी इस एरिया में, मतलब ഈ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു സമയത്ത് വിദേശികളൊക്കെ തുറമുഖ മേഖലയാണ്. മട്ടാഞ്ചേരി ഇസ് എ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഹെറിറ്റേജ് ലൊക്കേഷൻ. ഇവിടെ 100-ൽ പരം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഒന്നും തന്നെ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ ഒന്നും തന്നെ നിർമ്മിക്കാൻ പാടില്ല. ഇവിടെ ഈ ഓട് വാങ്ങിയിട്ടിരിക്കുന്ന കെട്ടിടങ്ങളല്ല 300-400 वर्षम पഴക്കമുള്ള. जितना भी आप लोग जो इधर जो टाइल्स लगा हुआ है बिल्डिंग्स है ना, वो डच वाला पोर्चुगीज वाले ने बनाया था पूरा. कहने का मतलब यह था 300-400 साल पुराना है. जो 100 साल का ऊपर जो भी जो बिल्डिंग्स है इसके तोड़ के इधर नया बनाने से. അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ലൊക്കേഷൻ ഉണ്ട്, കോസ്റ്റൽ പോലീസ് ഉണ്ട്, ഇന്ത്യൻ കസ്റ്റംസ്. ഇതൊരു ഫിഷിംഗ് ഹാർബറാണ് ഈ കാണുന്നത്. അതേപോലെ ഇത് അസ്പിൻവാൾ ബിൽഡിങ്. ഇതെല്ലാം ഒരു സമയത്ത് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരൊക്കെ നിർമ്മിച്ചിട്ട് പോയതാണ്, ഡച്ചുകാരൊക്കെ. एक टाइम पे जो है अंग्रेज और क्या बोलते हैं डच वाला पोर्चुगीज वाले ने बनाया, उसको देखने से ही पता चलेगा इसका बनावट. एक्चुअली दिस इज इंडिया फर्स्ट पार्क और यह है 5-star होटल, ब्रंडन बोर्डयार्ड होटल. तो ഇതൊരു ഫെറി സർവീസ് ആണിത്. जंगार सर्विस है फ्रॉम फोर्ट कोची टू വൈപ്പിൻ ഐലൻഡ്. ഇത് റോറോ എന്ന പേരിൽ അറിയപ്പെടുന്നു, റോറോ. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ആയിട്ടുള്ളത് അറബിക്കടലിലേക്കാണ് എൻട്രി ആവുന്നത്. अभी हम लोग जो सीधा अरेबियन सी का तरफ जा रहे हैं. सामने देख रहे हैं जो अरेबियन सी. ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ വേവ്സ് വരും. അപ്പോൾ എല്ലാവരും ആരും തന്നെ എണീറ്റൊന്നും പോലും, എല്ലാവരും നിങ്ങൾ ഇരിക്കുക. ഈ സൈഡിലിങ്ങനെ വേവ്സ് സാധാരണമാണിത്. അപ്പോൾ ഇത് ഫോർട്ട് കൊച്ചിയാണ്. ഇത് ഫോർട്ട് കൊച്ചി ലൊക്കേഷൻ, ഇന്ത്യ ഫസ്റ്റ് യൂറോപ്യൻ ടൗൺ ലൊക്കേഷൻ. അതേപോലെ ഇത് ചീനവലകളാണ്, അത് ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ആണ് കാണുന്നത്, ചൈനീസ് फिशिंग नेट्स है. तो कोचिन में सबसे पहले जो है बिजनेस पर्पस के लिए अरबिक लोग आया था, फिर चाइना वाला आया, फिर उसका बाद पोर्चुगीज वाला आया. 1662 में डच वाला के इस लोकेशन कब्जा कर लिया, और फिर इंग्लिश वाला आया, फिर उनका राज चला, उनका रूल चला. ബോട്ട് സ്റ്റേഷനാണിത്. നിങ്ങൾക്ക് അവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിൽ വരണമെങ്കിൽ ഇതിൽ കയറിയാണ്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മനാടൊക്കെ ഇതിലായിട്ടാണ്. അതുപോലെ വാസ്കോഡി ഗാമ അടക്കം ചെയ്തിട്ടുള്ള ഇതിനകത്ത് യൂറോപ്യൻ ചർച്ച് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. सेंट फ्रांसिस चर्च मतलब जो वास्को ड गामा का लिखा हुआ है, तो बैठ जाओ थोड़ा सा जाना पड़ेगा. ये बीच है,
കണ്ടു കാണുന്ന സിനിമകളിലൊക്കെയുള്ള ബീച്ചാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ പാട്ടിൻ്റെ ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇതായിട്ടാണ്. അതുപോലെ അമറൻ ധോണി എന്ന നിറച്ചിട്ടുള്ളതാണ് ആ കാണുന്ന രണ്ട് വലിയ ടാങ്കുകൾ. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1,55,000 കിലോ ലിറ്റർ. ഈ സൈഡിലിങ്ങനെ വേവ്സ് വരും. അതുപോലെ വേലി ഇറക്ക സമയം, വേലിയൊക്കെ ഹൈ ടൈഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഡോൾഫിൻസുകൾ കൂടുതലായിട്ട് ഇവിടെ വരാറുണ്ട്. ഇത് ഈ സമയം ലോ ടൈഡാണ്, വെള്ളം डॉल्फिन ज़्यादा आ जाता है। मैं सुबह का टाइम कोई टाइम काम हुआ इसमें तो पिछले ट्रिप में बहुत देखा था, अभी अंधेरा हो गया फिर भी देखा ही तो पड़ेगा इधर. സൈഡിലൊക്കെ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ധാരാളം ഡോൾഫിൻസ് വന്നിരുന്നു. അത് വേലിയിറക്ക സമയമാണെങ്കിൽ വരാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവർ പാട്ട് പാടാം. ആരെങ്കിലും പാടാനുണ്ടോ? Anyone would like to sing? मैं गाऊंगा बोल के कोई आएगा तो आपके गा सकता है. ആരെങ്കിലും ഉണ്ടോ വേറെ കൂട്ടത്തിൽ? ആരാണ് വരുന്നത്? ഫിഷിംഗ് ബോട്ട് ഗംഗാർ സർവീസ് മുംബൈ നോക്കിയാൽ കാണാം. ആരെങ്കിലുണ്ടോ പാടാൻ ആഗ്രഹിക്കുന്നവര്? പാട്ട് പാടാൻ അറിയില്ല, പാടുന്നോ? London. റഫീസാണ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.